ഉത്തരമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഉയർത്തിപ്പിടിച്ച വിപ്ലവം എന്ന ചോദ്യത്തിന്റെ മറുപടി ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് ഘാതകനെ പോലെ നടന്നെടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന പരുഷനായ ഘാതകനെ പിടിച്ചുകൊണ്ട് ലോകം ആഗ്രഹിക്കുന്നത് ഉമറിനെ പോലെ ഒരു ഭരണാധികാരിയാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഉമറിനെ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉമറിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ച ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ വിശ്വാസിയാകുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാകുന്നു എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കൂടി വിശ്വസിക്കുമ്പോഴാണ്. അപ്പോഴും അദ്ദേഹം യഥാർത്ഥ വിശ്വാസിയാകുന്നില്ല. അദ്ദേഹം യഥാർത്ഥ വിശ്വാസിയാകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കേണ്ടത്? അവിടെയാണ് പറഞ്ഞത് ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തന്റെ സ്വന്തത്തേക്കാൾ, തന്റെ കുടുംബത്തേക്കാൾ, തന്റെ എല്ലാ പ്രിയപ്പെട്ടതിനേക്കാൾ മുകളിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രണയത്തിന്റെ ഏറ്റവും തീവ്രമായ തലത്തിലേക്ക് വിശ്വാസത്തോട് പ്രണയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത്? ഏതെങ്കിലും ഒരു കോണിലൂടെ പ്രണയിക്കണം എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ കുടിയിരുത്തണം എന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങൾക്ക് ജന്മം നൽകിയ ഉപ്പയേക്കാൾ, നിങ്ങളെ പ്രസവിച്ച ഉമ്മയേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നെ താല്പര്യം എന്ന് പറയുന്നത് അനുദാഹനമായിരുന്നു. തന്റെ പ്രണയവാചനത്തെ ജീവിതത്തിൽ എത്രത്തോളം പകർത്താൻ കഴിയുമോ ആ പകർത്താൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റത്തോളം പകർത്തുക എന്നുള്ളതാണ് ആ അനുദാഹനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മഹാനായ ഇസ്ലാമിലെ ഒന്നാമത്തെ ഭരണാധികാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തെ കുറിച്ച് പറയുന്ന ഒരു ചരിത്രമുണ്ട്. എല്ലാ ദിവസവും പാതിരാ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആ വീട്ടിലേക്ക് ദിവസവും കയറി ചെല്ലുന്നത് കണ്ട് പിന്നാലെ വെച്ച് പിടിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തിനാണ് വെച്ച് പിടിപ്പിക്കുന്നത്? അങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ അന്ധയായ, പ്രായം ചെന്നിട്ടുള്ള, പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു ഉമ്മ ആ വീട്ടിലുണ്ട്. ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ ഉമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഉമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി കൊടുക്കുകയാണ്. നല്ല സുന്ദരമായി കുളിച്ചൊരുക്കിയവരെ കിടക്കുകയാണ്. എന്നിട്ട് തിരിച്ചു പോരുകയാണ്. ദിനങ്ങളോളം ഈ പ്രോസസ് ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വഫാത്താകുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നൊരു ചോദ്യം, എന്ത് നന്മയാണ് ഇവിടെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ സിദ്ദീഖ് തങ്ങൾ ബാക്കി വെച്ചത്? അപ്പോഴാണ് ഈ ചെറ്റക്കുടിനെ ഓർക്കുന്നത്, അവിടെയുള്ള അന്ധയായ ഉമ്മയെ കുറിച്ച് ഓർക്കുന്നത്. ഉടനെ തന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ വീട്ടിലേക്ക് കയറി ചെന്ന് വേണ്ടതെല്ലാം നിർവഹിച്ചു കൊടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ ചോദിക്കുകയാണ്, മോനെ ഇന്നലെ വന്ന ആളെവിടെയാണ്? ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഉമ്മ അന്ധയായ നിങ്ങൾക്ക് ഇന്നലെ വന്ന വ്യക്തിയല്ല ഇന്ന് വന്നത് എന്ന് മനസ്സിലാവുന്നത് എന്ന് ചോദിച്ച സമയത്താണ് ആ ഉമ്മ മറുപടി പറയുന്നത്, ഇന്നലെ വന്ന വ്യക്തി അല്പം മൃദുലമായിട്ടായിരുന്നു എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നത്, ഇന്ന് തന്നത് അല്പം പരുഷമായിട്ടാണ് പറഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് നൽകിയിരുന്നത് റൊട്ടി മുക്കിയിട്ട് അല്പം കുതിർത്തിയിട്ടായിരുന്നു തന്നത്, ഇന്ന് അങ്ങനെയല്ലോ എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്. ഒരു കൊല്ലാനുള്ള പ്രതികാരത്തിന്റെ ദാഹവുമായിട്ട് ഒരു സുപ്രഭാതത്തിലും കാലങ്ങളോളം ആലോചിച്ചു വെച്ച പ്രതികാരത്തിന്റെ പകർത്താനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഉമർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന വാർത്ത കേട്ട സമയത്ത് ആദ്യമായി ചെയ്തത് തന്റെ വാൾ ഉറയിൽ നിന്ന് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് പറയുന്നതിനെ അവരെ വധിക്കുകയായിരുന്നു. എങ്ങനെയാണ് അത്രമേൽ വെറുക്കപ്പെട്ട വ്യക്തിയെ ഇത്രമേൽ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത് എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉയരുന്നത്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പടർത്തിയെടുക്കാൻ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത്. ഈ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. നബിയെ, ഞാൻ വിശ്വാസിയാകാം, പകരം എനിക്ക് വേണ്ടത് എന്റെ കള്ളുകുടി നിർത്താം, എന്റെ എല്ലാ ദുശീലങ്ങളും നിർത്താം, പകരമായിട്ട് എനിക്ക്
എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം മാത്രം നൽകണം എന്ന് പറഞ്ഞു വന്ന അനുചരനെ പിടിച്ച് തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് വ്യഭിചാരത്തിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. മോനെ, വ്യഭിചരിക്കുന്ന ഒരാളുടെ ഉമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ സഹോദരിയായിരിക്കാം. നിന്റെ ഉമ്മയെയോ നിന്റെ ഭാര്യയെയോ നിന്റെ സഹോദരിയെയോ ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടില്ലല്ലോ മോനെ എന്ന് ചോദിച്ച സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതേ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയെ പരിവർത്തനപ്പെടുത്തിയ കഥ. ഇങ്ങനെ എത്രയെത്ര കഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാനുള്ളത്. മഹാനായ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വീടിന്റെ കഥ കടച്ച് അവിടെ ഭാര്യയോട് വിളിച്ച് പുറത്തുനിന്ന് പൂട്ടിയിടണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞത് ലാ തർഫഉ എന്ന ആയത്തിറങ്ങിയ സമയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരരുത് എന്ന ആയത്തിറങ്ങിയ സമയത്ത് അവിടുത്തോടുള്ള അനുരാഗത്തിന്റെ ഭാഗമായിട്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ ഭാഗമായിട്ടാണ് ആ മഹാനവറുകൾ കരഞ്ഞതെങ്കിൽ ഇതായിരുന്നു സ്വഹാബത്തിനെ കൊണ്ട് പരിവർത്തനപ്പെടുത്തിയത്. ആയുധങ്ങളില്ലാതെ, അംഗബലങ്ങളില്ലാതെ, ഭക്ഷണങ്ങളില്ലാതെ ഒട്ടിയുറങ്ങിയ ആ വയറുമായിട്ട് ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കാൻ സ്വഹാബത്തിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയമായിരുന്നു. ആ ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങളായിരുന്നു. അവിടെയാണ് നമ്മൾ ഹിജാസിനെ കുറിച്ച് പഠിക്കേണ്ടത്. ജസീറത്തുൽ അറബിനെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കേണ്ടത്. കാട്ടറബികൾ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വെറും 3 ചിന്തകളിൽ മാത്രം താമസിച്ച ഒരു ജനതയിൽ നിന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയെ പടുത്തുയർത്തിയത്. അവിടെയാണ് സിദ്ദീഖ് അക്ബറിനെ പടുത്തുയർത്തിയത്. അവിടെയാണ് അമ്മാറിനും യാസിനും സ്വർഗം കാണിച്ചു കൊടുത്തത്. അവിടെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോരാട്ടങ്ങളിൽ നിലനിർത്തി കൊടുത്തത്. ഇങ്ങനെ വിപ്ലവത്തിന്റെ പുതിയ പാന്താവുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലോകത്തിന് പടുത്തുയർത്തിയത്. ഇങ്ങനെയെല്ലാം പടുത്തുയർത്തിക്കൊണ്ട് 3 കാര്യങ്ങളുടെ ദർശനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ 3 കാര്യങ്ങളെയാണ് പാലിക്കേണ്ടത്. എന്താണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇൽ ഖുർബാ വയൻഹാനിൽ ഫഹ്ശാ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. 1 അദ്ലാണ്, 2 അൽ ഇഹ്സാനാണ്, 3 ഈതാഇൽ ഖുർബയാണ്. എന്റെ മകൻ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവൾക്ക് തക്ക ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ ആ മദീനയുടെ നേതാവിനേക്കാൾ വലിയ നീതിമാനായ ഭരണാധികാരി മറ്റാരായിരുന്നു? തന്റെ അയൽവാസികളോട് സൗമ്യതയോടുകൂടി പെരുമാറണം. തന്റെ പിതൃവരെ കൊല ചെയ്യപ്പെട്ടവരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഹിന്ദിൽക്കും ബഹ്ഷിൽക്കും പൊരുത്തപ്പെട്ടു കൊടുത്ത, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത ലോകത്തിന്റെ നേതാവിനേക്കാൾ വലിയ ഇഹ്സാൻ ചെയ്ത വ്യക്തിയാരായിരുന്നു? കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നവനാണ് ഞാനുമായി ഏറ്റവും അടുത്തവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടപ്പോൾ കുടുംബ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ അതിനേക്കാൾ സുന്ദരമായിട്ട് മറ്റാർക്കാണ് സാധിച്ചത്? ഈ വലിയ ദർശനങ്ങളെ ലോകത്തിന്റെ മുന്നിലേക്ക് പടുത്തുയർത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളവരാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയെ പോലെയുള്ളവരെല്ലാം വിശേഷിപ്പിച്ചത് മുഹമ്മദ് ഈ ചരിത്രത്തിന് മുഴുവനും പ്രകാശമായിട്ടാണ് എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ താല്പര്യം ഇതൊക്കെയായിരുന്നു. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഉള്ളറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ പാകപ്പെടുത്തിയിടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത്. അയൽക്കാരനെ കാണാൻ കഴിയാത്ത പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുളിച്ചു കൂടിയിരുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ മനസ്സുകളിൽ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ താലോലിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക, പേരമക്കളെ എടുത്ത് ചുംബിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം. ഈ വിപ്ലവത്തിന്റെ അവസാനം എന്നോളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും വിശേഷിപ്പിച്ചത്. എന്താണ്? സ്വർഗ്ഗത്തിലുള്ള എന്റെ അയൽവാസികളാണ് സുബൈറും ത്വൽഹയും. എന്താണ് അവർ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആദ്യമായി വാളി വീശിയത് സുബൈർ റളിയല്ലാഹു തആല അൻഹുവാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദിന്റെ രണാങ്കണത്തിൽ നിൽക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ചെറിപ്പാഞ്ഞു വരുന്ന ആ അമ്പ് തന്റെ വലത് കൈ കൊണ്ട് തടുത്തതിലൂടെ തന്റെ വലത് കൈയുടെ ശേഷി മുഴുവനായും നഷ്ടപ്പെട്ടു പോയ ത്വൽഹ, ത്വൽഹ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ത്വൽഹ 70 വെട്ടുകളാണ് അവിടുത്തെ ശരീരത്തിൽ പകർന്നത്. അവിടെയാണ് ലാ യുമിനു അഹദുക്കും എന്ന ഹദീസിനെ വായിക്കേണ്ടത്. സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം ആരോഗ്യത്തെക്കാൾ കൂടുതൽ അവർ പ്രണയിച്ചത്, അവർ സമർപ്പിച്ചത് ലോകത്തിന്റെ
സമുദായത്തിന്റെ നേതാവിനാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും അടുത്തായി സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽക്കാരായത്. എന്റെ ശബ്ദം ശ്രമിക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നബിദിനവുമായി ബന്ധപ്പെട്ട് ഘോഷയാത്രകൾ നടത്തുന്നത്, മീലാദിന്റെ സെമിനാറുകൾ നടത്തുന്നത്, വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടത്തുന്നത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനാണ്, അവിടുത്തെ കുറിച്ച് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാനാണ്. മാനുഷിക മൂല്യങ്ങൾ പ്രതികടന്നു പോയ മാനവ മനസ്സുകളുടെ മനസ്സയങ്ങളിലേക്ക് മാനവികതയുടെ നിറം കൊടുത്തിയ മാനവികതയുടെ പ്രവാചകന്റെ കഥകൾ ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഓരോ ലോകത്തിനും നയമിറക്കി കൊടുക്കുന്നതിലൂടെ അവരിൽ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയും. അവരുടെ പുതിയൊരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഡാർക്കേജിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ ഈ അടുത്ത നാട്ടുകരയിലും വലിയ രൂപത്തിലുള്ള വിപ്ലവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിലൂടെ സാധിപ്പിക്കാൻ നമുക്ക് സാധ്യമാണ് എന്നതിന്റെ അടയാളപ്പെടുത്തലാണ് ധാരാളം കിടക്കുന്ന ഈ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മീലാദ് റാലി എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ, അവിടുത്തെ പ്രകീർത്തിക്കാൻ, അവിടുത്തെ മതങ്ങളിലൂടെ ജീവിക്കാൻ നമുക്ക് പ്രവർത്തിച്ചു നൽകി അനുഗ്രഹിക്കണമാകട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി